ശ്വാസമടക്കി പിടിക്കുക. ലോകഭൂപടത്തിൽ ഭാരതം പുതിയൊരു ചരിത്രം രചിച്ചിരിക്കുകയാണ്. ചൈനയുടെ അഹങ്കാരത്തിനും പാശ്ചാത്യ രാജ്യങ്ങളുടെ കുത്തകയ്ക്കും മറുപടിയായി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളം ഉത്തർപ്രദേശിലെ ജവാറിൽ ഉയർന്നു കഴിഞ്ഞു. ഇത് വെറുമൊരു കെട്ടിടമായി കാണരുത്. ഇത് ന്യൂ ഇന്ത്യയുടെ ഗർജനമാണ്. നിങ്ങൾക്കറിയാമോ, ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനെയും സിംഗപ്പൂരിലെ ചാംഗി എയർപോർട്ടിനെയും വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു വിസ്മയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത്. ദശാബ്ദങ്ങളായി ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന ഒരു സ്വപ്നം വെറും കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ എങ്ങനെ ഇത്രത്തോളം മനോഹരമായി അത്ഭുതത്തോടെ യാഥാർത്ഥ്യമായി? യോഗി ആദിത്യനാഥിന്റെയും നരേന്ദ്രമോദിയുടെയും ഡബിൾ എഞ്ചിൻ കരുത്തിൽ ജവാർ വിമാനത്താവളം എങ്ങനെയാണ് ഭാരതത്തെ ലോകത്തിന്റെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നത്? 225 ദശലക്ഷം യാത്രക്കാർ, ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ ഹബ്ബ്, ഇന്ത്യയുടെ സ്വന്തം മെയിൻ്റനൻസ് സെന്റർ. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും നെഞ്ചത്ത് കൈവച്ച് പറയും, ഇതാണ് എൻ്റെ രാജ്യം. പഴയ ഉത്തർപ്രദേശിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഗുണ്ടായിസവും വികസനമില്ലായ്മയും കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞ ഒരു സംസ്ഥാനം. എന്നാൽ ഇന്ന് എക്സ്പ്രസ് വേകളുടെ നാടായി UP മാറി. അതിന് മകുടോദാഹരണമാണ് ജവാർ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. എന്തുകൊണ്ട് ജവാർ? ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം അതിന്റെ പരമാവധി ശേഷിയിൽ എത്തിക്കഴിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു തിരക്കിനിടയിൽ രാജ്യതലസ്ഥാന മേഖലയ്ക്ക് മറ്റൊരു ശ്വാസകോശം അനിവാര്യമായിരുന്നു. എന്നാൽ മുൻ സർക്കാരുകൾ ഇതിനെ കേവലം ഒരു പ്ലാൻ മാത്രമായി ഒതുക്കി. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവ് വന്നതോടെയാണ് ഇതിന് ജീവൻ വെച്ചത്. ജവാർ എന്ന കൊച്ചു ഗ്രാമം ഇന്ന് ലോക ശ്രദ്ധാകേന്ദ്രമാണ്. 11,742 ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്ത് തർക്കങ്ങളില്ലാതെ കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തിയ ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ തന്നെ ഒരു കേസ് സ്റ്റഡിയാണ്. വികസനം എന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണമെന്ന മോദിയുടെ നയം ഇവിടെ വിജയിച്ചു. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് പോകാം. ഈ കണക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എത്ര വലിയ കാര്യമാണ് കൈവരിച്ചത് എന്ന്. ആദ്യഘട്ടത്തിൽ 12 ദശലക്ഷം യാത്രക്കാരുമായി തുടങ്ങുന്ന ജവാർ 4 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം 22.5 കോടി 225 മില്യൺ യാത്രക്കാരെ കൈകാര്യം ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഒരു വർഷം ഈ വിമാനത്താവളത്തിലൂടെ കടന്നു പോകും. ഇവിടെയുള്ളത് വെറും റൺവേകളല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ ബോയിങ് 777-300 പോലും കണ്ണടച്ച് ലാൻഡ് ചെയ്യാവുന്ന 3900 മീറ്റർ നീളമുള്ള റൺവേകളാണ്. അത്യാധുനിക CAT 3 ഇൻസ്ട്രുമെന്റൽ ലാൻഡ് സിസ്റ്റം ഇവിടെയുണ്ട്. അതായത് കടുത്ത മൂടൽമഞ്ഞുള്ള സമയത്തും പൈലറ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വിമാനം ലാൻഡ് ചെയ്യാം. ഡൽഹിയിലെ വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വരുന്ന സാഹചര്യം ഇനി ഉണ്ടാകില്ല. പൂർത്തിയാകുമ്പോൾ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായും ലോകത്തിലെ 4ാമത്തെ വലിയ വിമാനത്താവളമായും മാറും. ദുബായ്ക്കും ദോഹയ്ക്കും ഇനി ഭാരതത്തെ നോക്കി അസൂയപ്പെടാം. ഇതാണ് ഈ പ്രൊജക്റ്റിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ. ഇതുവരെ ഭാരതത്തിലെ വിമാനങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണി വേണമെങ്കിൽ അത് സിംഗപ്പൂരിലേക്കോ ശ്രീലങ്കയിലേക്കോ ഒക്കെ പറക്കണമായിരുന്നു. നമ്മുടെ പണം വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുകയായിരുന്നു. ഇൻഹൗസ് MRO സൗകര്യം, അതായത് ജവാറിൽ 40 ഏക്കറിൽ നിർമ്മിച്ചിരിക്കുന്ന അറ്റകുറ്റപ്പണി MRO അഥവാ മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹബ് ഇന്ത്യയെ ഈ രംഗത്ത് സ്വയം പര്യാപ്തമാക്കും. ഇനി ലോകത്തിലെ വമ്പൻ എയർലൈനുകൾ അവരുടെ വിമാനങ്ങൾ സർവീസ് ചെയ്യാനായി ഭാരതത്തിലേക്ക് വരും. ഇതുവഴി മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നം ആകാശത്തും ചിറക് വിടർത്തുകയാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് സ്വന്തം നാട്ടിൽ ജോലി ലഭിക്കാൻ പോകുന്നു. ഒരു വിമാനത്താവളം എന്നാൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ മാത്രമുള്ളതാണെന്ന് കരുതരുത്. ജവാർ ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലായി മാറാൻ പോകുന്നത് അതിന്റെ കാർഗോ ശേഷി കൊണ്ടാണ്. 87 ഏക്കറിലെ കാർഗോ വിസ്മയം, അതായത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ഇത് മാറ്റിമറിക്കും. ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ലണ്ടനിലെയും ന്യൂയോർക്കിലെയും വിപണികളിലെത്തും. പിന്നെ ലോജിസ്റ്റിക് സോൺ, 30 ഏക്കറിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്റർനാഷണൽ കൊറിയർ ടെർമിനലുകൾ ഇ-കൊമേഴ്സ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കും. നിങ്ങളുടെ ഓൺലൈൻ ഓർഡറുകൾ ഇനി അതിവേഗം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്ന് സാരം. ഇതിലൂടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് നോയിഡയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ ഒഴുകുന്നത്. മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, അദാനി ഗ്രൂപ്പ് തുടങ്ങി ലോകോത്തര കമ്പനികൾ ജവാറിന് ചുറ്റും തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പലരും വിചാരിക്കുന്നത് വികസനം എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കലാണെന്നാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ വികസന മോഡൽ വ്യത്യസ്തമാണ്. ജവാർ വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സീറോ എമിഷൻ വിമാനത്താവളമാണ്. സോളാർ പവർ, അതായത് വിമാനത്താവളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ ഭൂരിഭാഗവും സൗരോർജ്ജത്തിൽ നിന്നാണ്
ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് മഴവെള്ളം ഒരിറ്റ് പോലും പാഴാക്കാതെ സംഭരിക്കാനുള്ള സംവിധാനം. പിന്നെ ഡിസൈൻ, അതായത് പ്രകൃതിദത്തമായ വെളിച്ചം ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ഗ്ലാസ് ഫിനിഷിംഗ് വഴി വൈദ്യുതി ലാഭിക്കുന്നുണ്ട്. ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് വൻ വികസനങ്ങൾ സാധ്യമാണെന്ന്. എന്തുകൊണ്ടാണ് മോദി സർക്കാർ ഇതിൽ ഇത്രയധികം വിജയിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം എന്തായാലും വളരെ ലളിതമാണ്. ഗതിശക്തി. ഒരേ സമയം റോഡും റെയിലുകളും വിമാനത്താവളങ്ങളും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ജവാർ വിമാനത്താവളം നേരിട്ട് ഹൈസ്പീഡ് മെട്രോ വഴിയും യമുന എക്സ്പ്രസ് വേ വഴിയും ഒക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭാവിയിൽ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ പോലും ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, നമ്മുടെ ഇവിടെയുള്ള ചിലരെ പോലെ ഇത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള അടിത്തറയാണ്. ഇത് കിഫ്ബി വഴി കടമെടുത്ത് തയ്യാറാക്കിയതല്ല. എന്തായാലും 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമ്പോൾ ജവാർ വിമാനത്താവളം അതിന്റെ പ്രധാന കേന്ദ്രമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. നമ്മൾ കണ്ടത് ഒരു വിമാനത്താവളത്തിന്റെ നിർമ്മാണമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ലോകരാജ്യങ്ങൾ ഭാരതത്തെ ഒരു വികസന രാജ്യം എന്ന് വിളിച്ച് മാറ്റി നിർത്തിയ കാലമൊക്കെ പണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ലോകത്തിന് വഴികാട്ടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ കാഴ്ചപ്പാട്, യോഗി ആദിത്യനാഥിന്റെ ഈ കർമ്മശേഷി, ഇത് രണ്ടും ഒത്തുചേരുമ്പോൾ ഭാരതം ലോകത്തിന്റെ നെറുകയിലെത്തും. അതിൽ ആർക്കും സംശയം വേണ്ട. ജവാർ വിമാനത്താവളം ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ആയിരം ജവാറുകൾ നമ്മുടെ മണ്ണിൽ ഉയരും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേവലം കോൺക്രീറ്റും സ്റ്റീലും കൊണ്ട് നിർമ്മിച്ചൊരു വിമാനത്താവളത്തെക്കുറിച്ചല്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചാണ്, അഭിമാനത്തെക്കുറിച്ചാണ്. ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം 2047 എന്ന മഹാസ്വപ്നത്തിലേക്കുള്ള ഏറ്റവും കരുത്തുറ്റ ചുവടുവെപ്പാണ്. ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടന്ന ഫയലുകൾ എങ്ങനെ ലോകം അത്ഭുതപ്പെടുന്ന വിസ്മയങ്ങളായി മാറുന്നു എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. യു.പിയിലെ പടിഞ്ഞാറൻ മേഖലയിലെ ഒരു കർഷകന്റെ മകന് തന്റെ ഗ്രാമത്തിന് തൊട്ടടുത്ത് ലോകോത്തര കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ അതാണ് യഥാർത്ഥ വികസനം. അല്ലാതെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പാത്രം കഴുകലും കെയർ ടേക്കറൊക്കെ ആവുന്നതല്ല. ജവാറിലെ ഈ റൺവേകളിൽ നിന്നും വിമാനങ്ങൾ മാത്രമല്ല ടേക്ക് ഓഫ് ചെയ്യുന്നത്, മറിച്ച് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ സ്വപ്നങ്ങളാണ്. ഇന്ത്യയെ ഒരു $5 ട്രില്യൺ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള യാത്രയിൽ ജവാർ ഒരു ചാലക ശക്തിയായി മാറും. ഇതുവരെ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ വികസനം കണ്ട് അന്തം വിട്ടെങ്കിൽ ഇത് ഇനി വിദേശികൾ ഭാരതത്തിലേക്ക് വന്ന് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ട് അമ്പരക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത്. യമുന എക്സ്പ്രസ് വേയും വരാനിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ കണക്ടിവിറ്റിയും ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറും എല്ലാം ജവാറുമായി ചേരുമ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് ഹബ്ബായി മാറും. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണവും യോഗി സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനവും ഒന്നിച്ചപ്പോൾ അസാധ്യമെന്ന് കരുതിയത് സുസാധ്യമായി, അത് സുസ്ഥിര വികസനമായി. വികസനത്തിന്റെ ഈ മഹാപ്രവാഹത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. കാരണം ഇനി മാറ്റം നമ്മുടേതാണ്, ഈ മാറ്റം നമ്മുടേതാണ്. ഇത് നമ്മുടെ പുതിയ ഭാരതമാണ്. അവസാനമായി ഒന്ന് മാത്രം ഓർക്കുക, ഒരു രാജ്യം വളരുന്നത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരുമ്പോഴാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറുമ്പോൾ ജവാർ വിമാനത്താവളം ഈ വളർച്ചയുടെ ഇന്ധനമാകും. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ നമ്മൾ ഭാഗ്യവാന്മാരാണ്, അല്ലേ? ഭാരതത്തിന്റെ ഈ വിജയഗാഥ ലോകം മുഴുവൻ അറിയണം. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ നേട്ടവും ആവേശത്തോടെ ആഘോഷിക്കുക. ഒരു വികസിത രാഷ്ട്രമായി ഭാരതം മാറുന്ന ആ പുണ്യദിനത്തിലേക്ക് നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.